ആരാ? ഞാൻ ആവണിയുടെ അച്ഛനാ. ആ വാ വാ, ഇരിക്കിരിക്കി. ആവണി വന്നില്ലേ? ഇന്ന് ട്യൂഷൻ വെച്ചാണല്ലോ. അല്ല, അവൾക്ക് ചെറിയ പനിയുണ്ട്, അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞിങ്ങോട്ട് വരണ്ടാന്ന്. അല്ല, മാഷ് ലീവുള്ള ദിവസം വീട്ടിലാണോ ട്യൂഷൻ വെക്കാറ്? വീട്ടിലാകുമ്പം കുട്ടികളെ നല്ലോണം ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ്. അറിയാം. ആവണി എങ്ങനെയുണ്ട്? ആവണി കുറച്ച് പുറകോട്ടാണ്, പക്ഷെ കുഴപ്പമില്ല, ഞാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഒരു പെങ്കൊച്ചാണ്. അവൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ അത് ചെന്ന് പറയാൻ ഒരു അമ്മയില്ലല്ലോ എന്നുള്ള വിഷമം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് മനസ്സിലായി. പെൺകുട്ടികൾക്ക് അമ്മമാരോട് തുറന്നു പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും അച്ഛനോട് പറയാൻ പറ്റണമെന്നില്ല. അതുപോലെ ഒരു പെൺകുട്ടിയുടെ എല്ലാ പ്രശ്നങ്ങളും അച്ഛന് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. സാറില്ല, ആവണിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എൻ്റെ മോൾക്ക് 4 വയസ്സുള്ളപ്പോഴാണ് അവളുടെ അമ്മ മരിച്ചു പോയത്. ഒരു പെൺകുട്ടിയുടെ അച്ഛനെന്ന നിലയ്ക്ക് തകർന്നു പോയ സമയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഒരമ്മയില്ലാത്ത കുറവ് അവൾ അറിയരുതെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു. അവൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒരു അമ്മയോട് പറയുന്നത് പോലെ എൻ്റെ അടുത്ത് പറയാൻ പറ്റണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ടായിരിക്കണം അവൾക്ക് ഇന്ന് എന്ത് വിഷമം തട്ടിയാലും അത് ഞാൻ അറിയും. കാരണം ഞാൻ അവളുടെ തന്തയാണ്. കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് എൻ്റെ 10 വയസ്സുള്ള മോളോട് നീ ചെയ്തൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തറിഞ്ഞിട്ട്? നിങ്ങൾ ഇറങ്ങിപ്പോണം. ഇറങ്ങിപ്പോവും, പക്ഷെ നിന്നോട് ചോദിച്ചിട്ട് ഞാൻ പോവും. വീട്ടുകാരൊന്നും തോന്നിയ ദിവസം പറയല്ലേ. മാന്യമാരെ അതിശയവിലാണ് നിങ്ങൾ മണി. പൊക്കോണാടുന്ന്. രക്ഷപ്പെടാൻ നോക്കുന്നു. എന്നെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഞാൻ അടങ്ങും. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചേടാ. നിന്നെ നിന്റെ മോളി നാട്ടിൽ ഞാൻ കാണിച്ചടാ. പെൺകുട്ടികൾ തന്തയിലാണ് കാണിക്കൂടാ പറ്റും.